ഇതുകൊണ്ട് ഇതേപോലത്തെ ക്രിമിനൽ സംഘം നിരവധി സ്ഥലങ്ങളിൽ CPM-നുണ്ട്. CPM ബോധപൂർവം ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് നടത്തിയിട്ടുള്ളത്. ഇത് CPM കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ നാട്ടിലെ സാമൂഹ്യ അന്തരീക്ഷം വഷളാക്കുന്നതിന് വേണ്ടി ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനാണ് CPM ശ്രമിക്കുന്നത്. CPM എത്ര പ്രതിക്കൂട്ടിലായാലും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒറ്റപ്പെട്ടു പോയാലും CPM മറക്കാതെ പോകുന്ന 2 സാധനം ഈ സംഭവങ്ങളാണ്. കൊലപാതകങ്ങളും അക്രമങ്ങളും CPM-ന്റെ കൂടപ്പുറപ്പായി മാറിയിരിക്കുക. CPM-ന് ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്ത കാര്യമായി CPM ഈ അക്രമവാസന കണ്ണൂർ ജില്ലയിലെ CPM വെടിയുന്നില്ല. രക്തസാക്ഷികളെ സൃഷ്ടിക്കാൻ CPM-ന് വലിയ ആവേശമാണ്. ഒരു രക്തസാക്ഷി കൂടി CPM-ന് കിട്ടി. ഇനി മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ CPM രക്തസാക്ഷി കിട്ടും. പക്ഷെ രക്തസാക്ഷികളെ കിട്ടിയ CPM എന്താ ചെയ്യുന്നത്? കണ്ണൂരിലെ സ്ഥാനാർത്ഥി MP ജയരാജൻ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ്. നമുക്കറിയാം കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം കൊണ്ടാടുന്നുണ്ട്. കൂത്തുപറമ്പ് രക്തസാക്ഷികൾ എന്തിനു വേണ്ടി മരണപ്പെട്ടത്? ബാബുവും ഷിബുലാലും റോഷനും ഒക്കെ മരണപ്പെട്ടതും പുഷ്പൻ മരണത്തോട് മല്ലടിച്ച് കടക്കൽ കിടക്കുന്നതിനു വേണ്ടിയിട്ടാണ്. സാഹസിക കോളേജുകൾ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞ് MP രാഘവനെ കൂത്തുപറമ്പ് പോയി തടഞ്ഞതാണ്. MP രാഘവൻ വെടിവെക്കാൻ പറഞ്ഞു, വെടിവെച്ചു. അന്ന് ഈ നാട്ടിലെ മുഴുവൻ എല്ലാ ഓഫീസുകളും കത്തി നശിപ്പിച്ചു. ഒരു മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടുന്ന ബർത്ത് സർട്ടിഫിക്കറ്റും ഡെത്ത് സർട്ടിഫിക്കറ്റും അതുപോലെ വിദ്യാഭ്യാസ സംബന്ധമായ രേഖകളും വീട് വസ്തു സംബന്ധമായ രേഖകളും എല്ലാമുള്ള ഓഫീസുകളെല്ലാം കത്തിച്ചു. നാട്ടിലെ മിണ്ടാ പ്രാണികളെ പോലെ ചുട്ടുകരിച്ചു. എന്നിട്ട് പറഞ്ഞ കൊലയാളിയാണ് MP രാഘവൻ, ക്രിമിനലാണ് MP രാഘവൻ, നികഷ്ടജീവിയാണ് MP രാഘവൻ എന്ന് പറഞ്ഞ് ഈ നാടിലെ ജനങ്ങളെ ഈ ആവേശം കൊള്ളിച്ച് CPM DYFI നേതാക്കന്മാർ ആവേശം കൊള്ളിച്ച് MP രാഘവനെതിരായിട്ട് വ്യാപകമായ പ്രചരണം നടത്തി. MP രാഘവൻ മരണപ്പെട്ടതിന് ശേഷം MP രാഘവന്റെ ചരമദിനത്തിൽ പോയി പ്രസംഗിക്കുന്നത് ഇതേ MP ജയരാജനാണ്, ജില്ലാ സെക്രട്ടറിയാണ്. 10 ദിവസം കഴിഞ്ഞപ്പോ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം വരിക. അവിടെ പോയിട്ട് ആ രക്തസാക്ഷികൾ അമർ രഹേ എന്ന് വിളിക്കുകയാണ്. രക്തസാക്ഷികൾ സിന്ദാബാദ്. വെടിവെച്ചവന്റെ ചരമദിനം കൊണ്ടാടുന്നു. സഖാക്കളുടെ നേരെ നെഞ്ചിൽ നിറയൊഴിച്ച MP രാഘവന്റെ ചരമദിനത്തിൽ പങ്കെടുത്ത് മഹാനായ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറി, അതേ ജില്ലാ സെക്രട്ടറി അപ്പുറത്ത് പോയിട്ട് ഈ മഹാനായ കമ്മ്യൂണിസ്റ്റുകാരനായ MP രാഘവന്റെ കയ്യിൽ നിന്ന് വെടിയേറ്റ് മരിച്ചിട്ടുള്ള ഈ കൂത്തുപറമ്പ് രക്തസാക്ഷികൾ ദിനത്തിൽ ആ രക്തസാക്ഷികളെ പോയി ഊറ്റക്കൊള്ളിക്കുക ഈ പൊതുസമൂഹത്തിൽ ചെറുപ്പക്കാരൻ DYFIക്കാരൻ ആജ്ഞനുള്ള ഒരു പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്നും രക്തസാക്ഷികൾ ആവശ്യമാണ്. ആ രക്തസാക്ഷികളെ സൃഷ്ടിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പണി. ഞങ്ങളെ പണി ബോംബുണ്ടാക്കലെന്ന പറഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പണിയാണ് ബോംബുണ്ടാക്കൽ. ഒരു പാർട്ടിയുടെ പണിയല്ല. ബോംബ് ഒഴിച്ചുകൂടാത്ത അത്തരത്ത വസ്തുവായി മാർക്സിസ്റ്റ് പാർട്ടി കൊണ്ടു നടക്കുക. സമാധാനം മാർക്സിസ്റ്റ് പാർട്ടി ഇഷ്ടപ്പെടുന്നില്ല. ഈ പൊതുസമൂഹത്തിന്റെ സമാധാനവും നല്ല ജീവിതവും മാർക്സിസ്റ്റ് പാർട്ടിക്ക് കണ്ട് സഹിക്കുന്നില്ല. അതാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇത്തരത്തിലുള്ള ബോംബ് നിർമ്മാണശാലകൾ കണ്ണൂർ ജില്ല പല ഭാഗത്തുമുണ്ട്. ഇത് മാർക്സിസ്റ്റ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം അല്ലാതെ ആ പ്രദേശത്ത് കേവലം 3-4 ആളുകൾ, കുട്ടികൾ ഇരുന്ന് അവരുടെ സഖാക്കൾ ഇരുന്ന് ഉണ്ടാക്കിയ സാധനമല്ല. ഇത് സെലക്റ്റീവായ ആളുകളാണ്. പല ഭാഗത്തുള്ള ആളുകൾ, ചണ്ടയാടിൽ ആളുണ്ട്, കല്ലുവളപ്പിൽ ആളുണ്ട്, കുന്നോത്തുപറമ്പ് ആളുണ്ട്, കൈവേലിക്കൽ ആളുണ്ട്, അങ്ങനെ നിരവധി ആളുകൾ, പാറാട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ സ്വാഭാവികം നിരവധി സ്ഥലങ്ങളിലുള്ള ആളുകളെ ആരാണ് ഇവരെ കൂട്ടിയിണക്കി ഈ പ്രദേശത്ത് വന്ന് ബോംബ് നിർമ്മിക്കാൻ ആവശ്യമായ സാമഗ്രികൾ കൊടുത്തത്? ആരാണ് ഇവർക്ക് എല്ലാ സംവിധാനം ഒരുക്കിക്കൊടുത്തത്? ആരാണ് ഇവിടെ നിർമ്മിച്ച ബോംബുകൾ പല ഭാഗത്തായി കൊണ്ടുപോയിട്ടുള്ളത്? CPM വ്യക്തമാക്കണം. കാരണം CPM-ന്റെ അറിയപ്പെടുന്ന റെഡ് വോളണ്ടിയേഴ്സിനൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ ഇപ്പോൾ ഇന്ന് പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് CPM ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയുമ്പോൾ ഇന്ന് പിടിക്കപ്പെട്ടിട്ടുള്ള, ഇപ്പോൾ കുറച്ചു നേരത്തെ മുമ്പേ അറസ്റ്റ് ചെയ്തിട്ടുള്ള CPM-ന്റെ നേതാക്കന്മാരൊക്കെ ഇപ്പോൾ പ്രതിസ്ഥാനത്ത് വരികയാണ്. റെഡ് വോളണ്ടിയർ മാർച്ചിന് DYFI മീത്തല കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള
ആളാണ് ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അമൽ ബാബു. ഈ അമൽ ബാബുവാണ് റെഡ് വോളണ്ടിയേഴ്സ് മാർച്ച് നയിക്കുന്ന അമൽ ബാബു. ഈ അമൽ ബാബു ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജയരാജൻ എന്തെങ്കിലും നാട്ടിൽ വന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്പാടെ വിശ്വസിക്കുന്ന ആളുകളാണ് ഈ കണ്ണൂർ ജില്ലയിലുള്ളതെന്ന് ജയരാജൻ വിശ്വസിക്കുന്നത്. ജയരാജന്റെ വാക്കിന് ഒരു വിലയും ഈ പൊതുസമൂഹം കൽപ്പിക്കുന്നില്ല. കാരണം ജയരാജനെ പറ്റിയും ജയരാജന്റെ വാക്കുകളെ പറ്റിയും നല്ലവണ്ണം അറിയാം. ഈ ജനങ്ങളെ മൊത്തം വിഡ്ഢികളാക്കുക തെരഞ്ഞെടുപ്പ് സമയത്ത്. 26 കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രക്തസാക്ഷി മണ്ഡപം കെട്ടും. ആ വീട്ടിൽ നേതാക്കന്മാരുടെ ഒഴുക്കായിരിക്കും. അവിടെ റെഡ് വോളണ്ടിയേഴ്സ് മാർച്ച് ഉണ്ടാവും. രക്തസാക്ഷി പരിവേഷം കിട്ടും. അപ്പൊ ഇതൊക്കെ നടക്കും 26 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ. തെരഞ്ഞെടുപ്പ് വരെ ഇവർ ഒളിച്ചും പാത്തും നടങ്ങി പോവുകയാണ്. ഇന്നലെ നിരവധി നേതാക്കന്മാർ ആ വീട്ടിൽ വന്നു. ജയരാജൻ അറിയില്ലേ ഇന്നലെ മരണപ്പെട്ട സഖാവിന്റെ വീട്ടിൽ ശവസംസ്കാര ചടങ്ങ് നടത്തിയ CPM നേതാക്കന്മാരാണ്. അപ്പം ഞങ്ങളിത് പറയുന്നത് ബോധപൂർവം CPM നേതൃത്വത്തിന്റെ അറിവോട് കൂടിയിട്ട് ഈ കണ്ണൂരിൽ കലാപ അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മാത്രമല്ല പരാതി കൊടുക്കുന്നത്, ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ നിഷ്പക്ഷമായ നടപടി സ്വീകരിക്കണം. അല്ലാതെ സിദ്ധാർത്ഥന്റെ കേസ് പോലെ 17 ദിവസം വെച്ചിരുന്നിട്ട് CBIയെ വിളിക്കാൻ നിർവാഹമില്ലാത്തോണ്ട് വിളിച്ചതാ. പോലീസുകാരൻ SFI നേതാക്കന്മാരെ ഗുണ്ടകളെ സംരക്ഷിക്കാൻ എല്ലാ സമീപനവും സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഈ കേസിൽ ഉണ്ടാവരുത്. ഈ കേസിൽ ആരൊക്കെ ഉള്ളവരിൽ നിന്ന് ഏതൊക്കെ നേതൃത്വമാണ് ഇതിന് പിന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളത് അവരെ മുന്നിൽ കൊണ്ടുവരണം. അപ്പം അതിനുവേണ്ടി എല്ലാവരെയും പിടിക്കപ്പെടണം. CPMന്റെ വാലാട്ടിയായി പോലീസും ആവരുത്. പോലീസ് ഒരു കാരണവശാലും CPMന്റെ വിടുപണി ചെയ്യുന്ന സമീപനം സ്വീകരിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ പൊതുസമൂഹത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത് 10 വർഷമായി നിൽക്കുന്ന സമാധാന അന്തരീക്ഷം തകർക്കാൻ CPM ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്താൻ നല്ലവരായ CPMന്റെ കമ്മ്യൂണിസ്റ്റുകാരായ ആളുകൾ, നല്ലവരായ ആളുകളുണ്ട്. അവർ രംഗത്ത് വരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ ബോംബ് രാഷ്ട്രീയവും അക്രമ രാഷ്ട്രീയവും എന്നേ ഈ നാടിന്റെ പേരുദോഷം ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് അത് അവസാനിപ്പിക്കാൻ CPM നേതൃത്വം മുൻകൈ എടുക്കണമെങ്കിൽ CPMന്റെ ഉള്ളിൽ നിന്ന് തന്നെ അതിനെതിരെ ശബ്ദിക്കുന്ന ആളുകൾ രംഗത്ത് വരണം. പൊതുസമൂഹം CPMനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കണമെന്നും ഒറ്റപ്പെടുത്തണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇതാണ് ഞങ്ങൾക്ക് ഇന്ന് നിങ്ങളോട് ഈ അവസരത്തിൽ പറയാനുള്ളത്. ബാക്കിയൊക്കെ കാര്യങ്ങൾ എന്തെങ്കിലും നമ്മുടെ ജയരാജൻ ആവർത്തിച്ചു പറയുന്നുണ്ട് BJP ഒരു പ്രവർത്തകന്റെ വീട്ടിലാണ് ഇത്തരത്തിലുള്ള ഞാൻ പറഞ്ഞില്ലേ, പാവപ്പെട്ട ഒരു സാധാരണ അനുഭാവിയുടെ അയാളെ ലോട്ടറി വെക്കാൻ പോകുന്ന അയാളെ വീട്ടിൽ അതിക്രമിച്ച് കയറിയിട്ട് ബോംബുണ്ടാക്കിയിട്ട് ജയരാജൻ പറയുന്നതാണ്. താമസിക്കുന്നില്ല പണി. ഞാൻ പറഞ്ഞില്ലേ എന്റെ 1ാം ഗഡു കിട്ടിയിട്ടാളൂ, പാവം വാർപ്പ് കഴിഞ്ഞിട്ടാളൂ. ആവാസ് യോജനയില് അപേക്ഷ കൊടുത്തിട്ട് 1ാം ഗഡു കിട്ടി, അതിന്റെ പണി പൂർത്തിയായി, വാർപ്പ് നടന്നു, കോൺക്രീറ്റ് നടന്നു. പാവം ജനല് പോലും വെച്ചിട്ടില്ല, വാതില് പോലും വെച്ചിട്ടില്ല. അവിടെ ഇവരുടെ കേന്ദ്രത്തിലായതുകൊണ്ട് ജയരാജന്റെ ഒക്കെ അറിവോട് കൂടിയിട്ട് കയറി. അതുകൊണ്ട് ജയരാജൻ ഇത് പറയുന്നത് BJPക്കാരുടെ വീടാണ്. കാരണം ഒരു പ്രദേശത്ത് വീടെടുത്ത് പോയത് തെറ്റ്. ജീവിക്കാൻ എവിടെയെങ്കിലും വേണ്ട ഒരു കൂര, അവിടെ അന്തിയുറങ്ങാന്ന് വെച്ചെടുത്തതാ. അവിടെ അതിന്റെ മുകളിൽ പോയിട്ട് ബോംബുണ്ടാക്കുക. ഈ ക്രിമിനൽ സംഘത്തിന് ഇവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം എന്താ, CPMനെ ധിക്കരിച്ചാൽ CPMൽ ഇപ്പോൾ ഒറ്റ ദിവസം പോലും ആളുണ്ടാവില്ല. ഞങ്ങൾക്കറിയാം. പക്ഷേ CPM അനുകൂലിച്ചിട്ടാണ്, സംരക്ഷിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഈ രക്തസാക്ഷികൾ ഉണ്ടായാലേ ഫണ്ടടിച്ച് മാറ്റാൻ പറ്റുള്ളൂ. കണ്ടില്ലേ, മധുസൂദനൊക്കെ ഫണ്ടടിച്ച് മാറ്റി ചർച്ച ദിവസങ്ങളോളം നടന്നില്ലേ പയ്യന്നൂരിലെ MLA. രക്തസാക്ഷി ഫണ്ടടിച്ച് മാറ്റുന്ന ഒരു പാർട്ടിക്ക് പിന്നെ എന്തും പറയാ സമൂഹത്തിൽ? എന്താ പറഞ്ഞുകൂടാത്തത്? അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഇതൊക്കെ അവർ പരാതി കൊടുത്തിട്ട് അവരെ വീട്ടിന്റെ മുകളിൽ പണി അതിക്രമിച്ച് കയറി ബോംബ് നിർമ്മിച്ചു, മരണപ്പെട്ട കാര്യം അവർ പരാതി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ പരാതിയുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. സ്വാഭാവികമാണ്, അതെടുക്കണമല്ലോ. കാരണം അവർ താമസിക്കുന്നില്ല, വാതിലില്ല, ജനലില്ല. കോൺക്രീറ്റ് 2 മാസം മുന്നേ കോൺക്രീറ്റ് നടന്ന വീടാണ്. ആ വീട്ടിലാണ് ഇത് നടന്നിട്ടുള്ളത്. അപ്പൊ CPMന്റെ നേതാക്കന്മാരുടെ തൊട്ടടുത്തൊക്കെ CPM നേതാക്കന്മാരാ. അവരെല്ലാം അറിവോടുകൂടിയാണ് നടന്നിട്ടുള്ളത്. സാധനം പ്രാദേശിക നേതൃത്വത്തിന്റെ അറിവോടുകൂടിയ ഈ CPMന് ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരായ ക്രിമിനൽ മനോഭാവമുള്ള നേതാക്കന്മാരുണ്ട്. അവരുടെ അറിവോടുകൂടി നടന്നിട്ടുള്ളത്. പോലീസ് അവിടത്തേക്ക് അന്വേഷണം എത്തണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്.
ഇത് പറയണമെങ്കിൽ നമ്മുടെ സുരേന്ദ്ര മാഷിന്റെ പാനൂർ സ്വദേശിയാണ്. പേരൊന്നും കൂടി പറയുന്നു. പേര് ഫസ്റ്റ് പറഞ്ഞു. ഇവരുടെയൊക്കെ മരിച്ച ആൾക്കാർ. അത് പാനൂർ ഏരിയ കമ്മിറ്റി അംഗം കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ അനിൽകുമാർ ഈ ഷെറിന്റെ വീട്ടിൽ പോയിട്ട് ശവസംസ്കാര ചടങ്ങ് പങ്കെടുത്തിട്ടുണ്ട്. സുധീർ കുമാർ പങ്കെടുത്തിട്ടുണ്ട്. അശോകൻ പങ്കെടുത്തിട്ടുണ്ട്. ഏരിയ കമ്മിറ്റി അംഗമാണ് സുധീർ കുമാർ. അമ്രാട്ട് മടപ്പുര ബ്രാഞ്ച് സെക്രട്ടറി വിജീഷ് നെല്ലി എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്ത പുള്ളിയാണ്. ആ പുള്ളിയെ പങ്കെടുത്തിട്ടുണ്ട്. മഹീന്ദ്രൻ പങ്കെടുത്തിട്ടുണ്ട്. ചന്ദ്രൻ പങ്കെടുത്തിട്ടുണ്ട്. മേലെ കുന്നോത്തുപറമ്പ് ബ്രാഞ്ച് കമ്മിറ്റി അംഗം ചന്ദ്രൻ പങ്കെടുത്തിട്ടുണ്ട്. ഏരിയ കമ്മിറ്റി അംഗം അനിൽ പങ്കെടുത്തിട്ടുണ്ട്. ലോക്കൽ സെക്രട്ടറി അതുപോലെ തന്നെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി അശോകൻ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവരും പങ്കെടുത്ത് CPM പ്രാദേശിക നേതാക്കന്മാർ പങ്കെടുത്തിട്ടുണ്ട്. റീത്ത് വെച്ചിട്ടുണ്ട് CPM. ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ മൃതശരീരത്തെ റീത്ത് വെച്ച്. പക്ഷെ എന്ത് ചെയ്തു? ബ്രാഞ്ച് കമ്മിറ്റി ഏരിയ കമ്മിറ്റി എഴുതിയിട്ടില്ല. നമ്മൾ വെക്കേണ്ടതൊക്കെ വെച്ചിട്ടുണ്ട് CPM. 26 കഴിഞ്ഞാൽ എല്ലാ സാധനവും വെക്കുകയും ചെയ്തു. തെരഞ്ഞ വോട്ട് വീണ് കഴിഞ്ഞാൽ ഇപ്പൊ വോട്ടിന്റെ സമയമായതുകൊണ്ടാണ് ഈ പാവം രക്തസാക്ഷി പരിവേഷം കിട്ടാൻ. അതിനുശേഷം നിങ്ങൾ എടുത്തു പരിശോധിച്ചോ, ഈ മാർക്സിസ്റ്റ് പാർട്ടി അവർക്ക് രക്തസാക്ഷി പരിവേഷം കൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നേരത്തെയും ഇതൊക്കെ നാട്ടിൽ നടന്നതാണ്. ഇത് തന്നെയാണ് പറഞ്ഞത്. അതിനുശേഷം എല്ലാ നിയമസഹായം കൊടുത്തിട്ടുണ്ട്. അവരെ സംരക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റൽ ചെലവെല്ലാം CPM നടത്തുന്നത്. എല്ലാ CPM നേതാക്കന്മാരും ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. അവർക്ക് എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു സംശയമില്ല അക്കാര്യത്തിൽ. ഇത് പപ്പേട്ടൻ നമ്മുടെ ആ പ്രദേശത്താണ്. ജയന്തേട്ടൻ നമ്മുടെ പഴയ ട്രഷറാണ്, ജില്ലാ ട്രഷറർ.